പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ തകർച്ചയുടെ കാലമായിക്കൊണ്ടിരിക്കുകയാണ്. ആദർശിൻ്റെ ബിസിനസ്സിലൊക്കെ വൻ തകർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്നും ആരോ കളിക്കുന്നുണ്ട്. ശത്രുക്കൾക്ക് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യവും നമ്മളെ ബിസിനസ്സിൻ്റെ കാര്യവും ഒക്കെ ആരോ ചോർത്തി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അവർക്ക് സംശയം തോന്നുകയാണ്. അങ്ങനെ ആദ്യം അബിയുടെ പേരിലേക്കായിരുന്നു സംശയം വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നീട് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അവന്തിക വന്ന ശേഷം നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. അവന്തിക വന്ന ശേഷമാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും ആഞ്ചലറി ഒന്നും കൂടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതും പിന്നീട് നവ്യവും ഉണ്ടല്ലോ. അതുകൊണ്ട് അവന്തികയും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അവിടെയും ജലജയുടെയും കൂടപ്പിറപ്പല്ലേ. അപ്പോൾ പിന്നെ അവരുടെ സ്വഭാവ ഗുണം ഇവളിലും ഉണ്ടാവാതിരിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനയോട് ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയനയും പറയുന്നുണ്ട്, എനിക്കും ആ ഒരു ഇത് തോന്നിയതാണ്. പിന്നെ എല്ലാം നമ്മളങ്ങനെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ ആദർശേട്ടൻ എന്താണെന്ന് കരുതാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. കാരണം നമ്മുടെ അവന്തിക ഇടയ്ക്കിടയ്ക്ക് മാറി നിന്ന് ഫോൺ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ആരെങ്കിലും നേരെ കാണുമ്പോഴേക്കും അവൾ സംസാരിക്കുന്നതിൻ്റെ ശൈലി അങ്ങ് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും വേണ്ടിയില്ല, അവന്തിക പുറത്തേക്കൊക്കെ പോവാറുണ്ടെന്നല്ലേ നീ പറഞ്ഞത്. പക്ഷേ അവന്തികയ്ക്ക് ഇവിടെ പരിചയത്തിലുള്ള ആരുമില്ല. അപ്പോൾ ആരാ കാണാനാണ് പോകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് എന്തായാലും അനിയെ ഇതിനായിട്ടൊന്ന് ഏൽപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് അനിയോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവന്തിക പോകുന്നതും സംസാരിക്കുന്നതും ആരോടാണ് എന്തിനാണ് എന്നുള്ളത് നീ മനസ്സിലാക്കണം. കാരണം ഇവിടെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനിക്കാര്യം ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ അവന്തിക പോകുന്നത് ഒരു ദിവസം അവന്തിക പുറത്തേക്ക് പോകുന്ന സമയത്ത് അനി പിന്നാലെ പോയി നോക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ അവന്തിക കണ്ടുമുട്ടിയ ആളെ കണ്ടിട്ട് നമ്മുടെ അനി ഞെട്ടിത്തരിക്കുന്നത്. കാരണം ഒരു ഫോട്ടോയിലൂടെ മാത്രം കണ്ട് പരിചയമുള്ള ആളെ ഇന്ന് നേരിട്ട് കണ്ടിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, അബിയുടെ അച്ഛനായിരുന്നു. അങ്ങനെ അവന്തിക സംസാരിക്കുന്നത് അച്ഛനോടാണെന്നും ഇവർ തമ്മിൽ ഇപ്പോഴും കാണാറുണ്ടോ, ബന്ധമുണ്ടോ, എന്തിനായിരിക്കും അയാൾ നാട്ടിലെത്തിയിട്ടുണ്ടാവുക എന്നുള്ള ആ ഒരു ചിന്ത ഒക്കെ അബിയുടെ മനസ്സിലോട്ട് വരികയാണ്. അങ്ങനെ അവന്തികയും അച്ഛനും സംസാരിക്കുന്നത് നമ്മുടെ അനി ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ ഗൂഢാലോചനകൾ എന്തെങ്കിലും ഉണ്ടോ എന്നും നല്ല ഉദ്ദേശത്തോടെയാണോ അബിയുടെ അച്ഛൻ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നും ഒക്കെ നമ്മൾ അറിഞ്ഞേ പറ്റുകയുള്ളൂ. അതാണ് കൂടുതൽ നമ്മുടെ അനന്തപുരി തറവാട് തകർച്ചയിലേക്ക് പോകുന്നത്. ഇനി ശത്രുക്കളുമായിട്ട് ഇവർ ഒത്തുകൂടിയിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ ആദ്യം കണ്ടെത്തിയേ പറ്റൂ. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ആദ്യം ആദർശനോട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് തെളിവുകളുമായിട്ട് ആദർശിൻ്റെയും നയനയുടെയും അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ നയനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഫോട്ടോ. ഇത് ഏട്ടത്തിക്ക് ആരാന്ന് മനസ്സിലായോ? ഏട്ടത്തിക്ക് ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇയാൾ മുന്നേ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുമെന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഇത് നമ്മുടെ അബിയുടെ അച്ഛനല്ലേ, ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്, എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവരിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ടോ, ഇവിടെയുണ്ടോ, എന്തിനാണ് ഇവർ നാട്ടിലേക്ക് വന്നത് എന്നുള്ളത് അറിഞ്ഞോ, നീ എന്തെങ്കിലും ഇവർ സംസാരിക്കുന്നത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ തുരുതുരാന്ന് നയന ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തില്ല, അവർ സംസാരിക്കുന്നതും എന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. കാരണം വിജനമായിട്ടുള്ളൊരു സ്ഥലത്തു നിന്നായിരുന്നു സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാനൊന്നും സാധിച്ചിട്ടില്ല. അതിനെക്കൊണ്ടാണ് തെളിവായിട്ട് ഞാൻ ഫോട്ടോ എടുത്തത്. എന്തായാലും അവന്തികയെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നല്ല ഉദ്ദേശത്തിലാണോ അവൾ ഇങ്ങോട്ട് എത്തിയത് എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഇവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അബിയുടെ അച്ഛൻ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അയാൾ ഇവിടെ നിന്ന് പോയത് എങ്ങനെയാണ് അടിച്ചിറക്കി എന്നുള്ള രീതിയിലൊക്കെ അല്ലേ വിശ്വസിച്ചിരിക്കുന്നത് എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജലജാനിയുടെ ഭാഗത്തുള്ള തെറ്റാണ് എന്നുള്ളത് അയാൾക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് അയാൾ ശത്രുവായിട്ട് തന്നെയായിരിക്കും ഇപ്പോഴും നമ്മെ കാണുന്നുണ്ടാവുക. അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.